ആലപ്പുഴ ചെങ്ങന്നൂരിൽ ദേശീയ സരസ് മേളയ്ക്ക് തിരിതെളിഞ്ഞു. ജില്ലാ സ്റ്റേഡിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നടൻ മോഹൻലാൽ വിശിഷ്ടാതിഥിയായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രദർശന നഗരികളിലൊന്നാണ് ആലപ്പുഴ ചെങ്ങന്നൂരിലെ ദേശീയ സരസ് മേള. ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ട്. മേളയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. കുടുംബശ്രീയുടെ ചരിത്രത്തെ, കുടുംബശ്രീയുടെ സംഭാവനകളെ ഒറ്റ വരിയിലാറ്റിക്കുറുക്കിയാൽ അതാണ് കഥകൾ പറഞ്ഞും കരട് പകുത്തും തമ്മിൽ തണലായി നിന്നിടാം എന്ന വരികൾ അതാണ് ആവിഷ്കരിക്കുന്നത്. ആ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള 10 മേളകളിൽ നിന്നായി 78 കോടി രൂപയുടെ വിറ്റുവരവാണ് 5000-ഓളം വരുന്ന സംരംഭകർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഘാടക കമ്മിറ്റി ചെയർമാൻ കൂടിയായ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. 2018 പ്രളയം ചെങ്ങന്നൂരിനെയും അന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന സരസ് മേളയെയും വിഴുങ്ങിയപ്പോൾ അതിനുള്ള പ്രതികാരമായാണ് ഇത്തവണ ദേശീയ സരസ് മേള നടത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഒരു മേള നടത്തണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് താലോലിച്ച് കുറെ നാളായി MLA നടക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം ബഹുമാന്യായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷോട് ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം മേള തരണം, ഒരു പ്രതികാരം ഇങ്ങനെ മനസ്സിലുണ്ട്. അത് 2 തരത്തിലാണ്. ഒന്ന്, കേരളം കണ്ട ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ചെങ്ങന്നൂരിൽ നടത്തണം എന്ന പ്രതികാരം. 2, അന്ന് ഞാൻ ക്ഷണിച്ചു വരാൻ സാഹചര്യമില്ലാതെ എത്താതെ പോയ എൻ്റെ സഹോദരൻ മോഹൻലാലിനെ ചെങ്ങന്നൂരിൽ കൊണ്ടുവരണം. നടൻ മോഹൻലാൽ സരസ് മേളയിലെ വിശിഷ്ടാതിഥിയായിരുന്നു. കുടുംബശ്രീ നേതൃത്വം നൽകുന്ന മേളയിൽ 250 സ്റ്റാളുകളാണുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിലെ 85 സ്റ്റാളുകളും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ 100 സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീ ഭക്ഷ്യവിഭവങ്ങളുടെ വിപണനത്തിന് 30 സ്റ്റാളുകളും ഒരുക്കിയിരിക്കുന്നു. അട്ടപ്പാടിയിൽ നിന്നുള്ള സംരംഭകരും ഉൽപ്പന്നങ്ങളും എത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ ശില്പങ്ങൾ, കരകൌശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഗൃഹാലങ്കാര വസ്തുക്കൾ എന്നിവയും ജമ്മു കശ്മീർ മുതലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും രുചിവൈവിധ്യവും മേളയിലറിയാം. 31-ന് മേള സമാപിക്കും. മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.